ഒരു മനുഷ്യനുണ്ടായിരുന്ന ഒരു നാട്ടിൽ അയാൾക്ക് ആകെയുള്ള സമ്പാദ്യം ഒരു മുട്ടുസൂചിയാണ്. ആ നാട്ടിലെല്ലാവർക്കും ഇയാൾ ഈ മുട്ടുസൂചി കടം കൊടുക്കുകയായിരുന്നു. ആര് ചോദിച്ചാലും ആ മുട്ടുസൂചി കടം കൊടുക്കുക. ആ മുട്ടുസൂചി കൊണ്ട് ആളുകൾ പഴകിയ ഡ്രസ്സുകൾ, കീറിയ ഡ്രസ്സുകൾ തുന്നുമായിരുന്നു. ഈ മുട്ടുസൂചി ആൾ വലിയ സ്ഥാനത്തിലാണ് കണ്ടിരുന്നത്, വലിയൊരു അനുഗ്രഹത്തോടെയാണ് കണ്ടത്. കാരണം വലിയൊരു അനുഗ്രഹമാണ് അയാൾക്ക് മുട്ടുസൂചി. എന്നിട്ട് അയാളൊന്നും അതിനുവേണ്ടി ഉള്ളവനോട് നന്ദി പറയും. കാരണം ആ മുട്ടുസൂചിയുടെ വില അത്രമാത്രമായിരുന്നു. ഒരുപാട് ജനങ്ങൾക്ക് അതിനെക്കൊണ്ട് അയാൾക്ക് ഉപകാരപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അയാള് ആ മുട്ടുസൂചിക്ക് പോലും അള്ളാഹുവിന്റെ വലിപ്പത്തരം പറഞ്ഞു നടക്കും. എന്റെ റബ്ബ് തന്ന മുട്ടുസൂചിയാണ്. അപ്പൊ നമ്മൾ അള്ളാഹിനെ വലുതാക്കണം. അനുഗ്രഹങ്ങളെ ചെറുതായി കാണുമ്പോൾ അത് തന്നവനെ നമ്മൾ ചെറുതായി കണ്ടുപോകും. അനുഗ്രഹങ്ങളെ വലുതായി കാണുമ്പോൾ അത് തന്നവനെ വലുതാക്കാൻ ശ്രമിക്കും. അള്ളാഹു നമുക്ക് എന്തെല്ലാം ചോദിച്ചും ചോദിക്കാതെ തന്നിട്ടുണ്ട്. നമുക്കില്ലായ്മയെ കുറിച്ച് പറയാൻ 100 നാവാണ്. ഒരാൾ ഫോൺ വിളിച്ചാൽ ചിലപ്പോൾ ഒരുപാട് മണിക്കൂറും പറയുന്നത് എന്താ? ഇല്ലാത്തതിനെ കുറിച്ചായിരിക്കും, പ്രശ്നങ്ങളെ കുറിച്ചായിരിക്കും, രോഗങ്ങളെ കുറിച്ചായിരിക്കും, പ്രയാസങ്ങളെ കുറിച്ചായിരിക്കും. എന്നാൽ അവൻ തന്നതിനെ കുറിച്ച് നമ്മൾ എത്രമാത്രം പറയാനുണ്ട്? നമ്മൾ ഒരു 24 മണിക്കൂർ നമ്മൾ സംസാരങ്ങൾ നിരീക്ഷിച്ച് നോക്കിയാൽ എത്രമാത്രം നമ്മൾ അനുഗ്രഹങ്ങളെ കുറിച്ച് പോയിത്തി പറഞ്ഞിട്ടുണ്ട്, എത്രമാത്രം ഇല്ലായ്മയെ കുറിച്ച് പോയിത്തി പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ഒരു കമ്പാരിസൺ നടത്തിയാൽ ഏറ്റവും കൂടുതൽ ഇല്ലായ്മയെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അത് ഇൻഡയറക്റ്റ് ആയിട്ട് അള്ളാഹുവിനെ കുറ്റപ്പെടുത്താണ്. കാരണം നിന്നെ ആ അവസ്ഥയിൽ, നിനക്ക് ഇല്ലായ്മയിൽ അവസ്ഥയിൽ എത്തിച്ചതാരാണ്? റബ്ബാണ്. അപ്പൊ റബ്ബിനെയാണ് നീ കുറ്റം പറയുന്നത്. വലിയൊരു പിഴവാണ്, നമ്മൾ മനസ്സിലാക്കാത്ത ഒരു പിഴവാണ്. ആര് അനുഗ്രഹത്തെ വലുതാക്കുന്നു അള്ളാഹു അവന് ഏറ്റി കൊടുക്കും. അവൻ തന്ന ആരോഗ്യം അവന് പൊരുത്തത്തിനായി ഉപയോഗിക്കുക, അവൻ തന്ന സമയം അവന് പൊരുത്തത്തിനായി ഉപയോഗിക്കുക, അവൻ തന്ന സമ്പത്ത്, മക്കൾ, എന്തും ആയിക്കോട്ടെ, അവൻ തൃപ്തിപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അള്ളാഹു അതിൽ ബർക്കത്ത് ഏറ്റി തരും. അതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ പരാജയം വരുന്നത്.